ഞാൻ പൊങ്കൽ അഥവാ വെൺപൊങ്കൽ ഇങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത്. 1/2 കപ്പ് പച്ചരി, 1/2 കപ്പ് ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റോളം കുതിർക്കാൻ വയ്ക്കും. താളിപ്പിനായിട്ട് 1 പിടി കറിവേപ്പില, 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 5-6 കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ജീരകം. അരിയും പരിപ്പും വെള്ളമെല്ലാം കളഞ്ഞ് വാർത്ത് വയ്ക്കുക. ഒരു കുക്കർ ചൂടാക്കിയിട്ട് അതിൽ 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അരിയും പരിപ്പും അതിലേക്കിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് വഴറ്റുക. ഏത് കപ്പളവിലാണോ അരിയും പരിപ്പ് കൊടുത്തത് അതേ കപ്പിൽ 4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. സ്വാദിനാവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ എടുക്കുക. ആവി പൂർണ്ണമായിട്ട് പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട്. താളിപ്പ് റെഡിയാക്കാം. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കശുവണ്ടി പരിപ്പ്, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് ചതച്ചത്, ജീരകം, കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. താളിപ്പ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിന് പകരം സാധാരണ പശുവും പാലായാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. താളിപ്പ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു കുറച്ച് നേരം അടച്ച് വയ്ക്കാം. അങ്ങനെ വെൺപൊങ്കൽ റെഡി. നല്ല കട്ടിയുള്ള തേങ്ങാ ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ ചേർത്ത് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.